നിങ്ങളെ പേരെന്താ? സംസുദ്ദീൻ. ഇവിടെ തമിഴ്നാടാ? ഇത് തമിഴ്നാട് ബോർഡർ. ഇപ്പൊ തമിഴ്നാടാണ് ഇത് തമിഴ്നാട്. നിങ്ങൾ ഇത്രയും ഫേമസ് ആയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ ഇവിടുന്ന് വരുന്ന അറിയോ? ഇതാണ് ശരിക്കുള്ള അയക്. ഓ, ഇവിടെ നിർത്തണം വണ്ടി. നമ്മൾ എന്തായാലും ഇവിടെ നിർത്തല് നിർബന്ധം. ഹായ് 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 ചെയ്യുന്നവരെല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്ന ആ പറമ്പിൽ തന്നെ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. എണീറ്റ് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഫുള്ള് സെറ്റായി. ഇന്നലത്തെ പോലെയല്ല. ഇന്നലെ രാത്രി ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടാണ്. മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ നല്ല നനവൊക്കെ കാര്യമൊക്കെ ഉണ്ട്. സുഖമായിട്ട് കിടക്കാൻ പറ്റില്ലടാ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ രാവിലെ തന്നെ ചൂട് തുടങ്ങിയിട്ട് ഇവിടെ ഒരു മഴ പെയ്തിട്ടും രാവിലെ തന്നെ ചൂട് തുടങ്ങി. ഞങ്ങൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അതിന് മുമ്പ് തന്നെ വേറെ കാര്യം, ഒരാൾക്ക് നമ്മുടെ അബു സുഫിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഫ്രണ്ട് ഉണ്ട്. നമ്മളായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓനൊരു ഹായ്. എന്തായാലും അപ്പോൾ ഞങ്ങൾ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറയുന്നത് മഴ. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ടാർപ്പായൊക്കെ കെട്ടി വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്നലെ ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്ന് കുക്ക് ചെയ്തത്, ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ ആ അത്തരത്തിൽ അപ്പോൾ നമ്മുടെ മറ്റ് ജില്ലകളിലൊക്കെ ഭയങ്കര മഴയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം മഴയ്ക്ക് ചെറിയ ആക്കുണ്ടെങ്കിലും പക്ഷേങ്കിൽ ഇനി കാലവർഷം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നല്ല മഴയായിരിക്കും. നമ്മൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ മഴ എത്രത്തോളം ശക്തമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈസായിട്ട് പ്ലാൻ ഒന്നോട് ചേഞ്ച് ആക്കുകയാണ്. ദയവേത് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. കേരളത്തിലൂടെ ഇനിയില്ല. ഞങ്ങൾ ഈ പാലക്കാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പൊള്ളാച്ചി കയറാൻ പോവാണ്. പൊള്ളാച്ചി കയറിയിട്ട് പിന്നെ അങ്ങനെ തമിഴ്നാട് ബസ് ചെയ്ത് കറങ്ങി നേരെ ആന്ധ്ര കയറും ഞങ്ങൾ. അപ്പോൾ അത്തരത്തിലേക്ക് ഞങ്ങളുടെ പ്ലാന് രാത്രിയോടുകൂടി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മഴയാണ്, നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, കഴിയണില്ല ഒന്ന്. പിന്നെ ഞങ്ങളുടെ കായൊട്ട് കാലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങണമൊന്നുമില്ല, ഇത് നനഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലടാ. ഇന്നലെയൊക്കെ കൈയൊക്കെ കോറുമായിരുന്നു. അപ്പോൾ ഓവർ മഴ തന്നെയാണെങ്കിൽ ഞങ്ങൾ എത്രത്തോളം പിടിച്ചിക്കാൻ വയ്ക്കും, ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വണ്ടി ഇതായത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ മഴ ഉള്ളിടത്ത് നമ്മളോട് മാറിപ്പോവാന്നല്ലാതെ വേറൊരു മാർഗ്ഗം അതിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലൂടെ വരാമെന്ന് പറഞ്ഞ് തുടങ്ങി ഈ ഒരു ട്രിപ്പ്. കേരളത്തിൽ ഈ ഒരു പാലക്കാട് ജില്ലയിലെത്തിയിട്ട് ഞങ്ങൾ ഇനി പൊള്ളാച്ചിയിലേക്ക് കയറാൻ പോവുകയാണ്. ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് കയറും. ഇനി തൃശ്ശൂരിലേക്ക് 2 ദിവസമൊക്കെ നിന്ന് പാലാപ്പള്ളി ഭാഗങ്ങളിലൊക്കെ കറങ്ങിയൊക്കെ ചെയ്യണമെന്നൊക്കെ. അതെ, പതുക്കെ ഓരോ ജില്ലയും നല്ല രീതിയിൽ കാണണം. ആലപ്പുഴയൊക്കെ നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ കരുതിയാൽ. പക്ഷേങ്കിൽ ആലപ്പുഴയിലൊക്കെ വെള്ളം കയറിയുണ്ടാവും. നമ്മൾ കരുതിയ പോലെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഇനി നേരെ പൊള്ളാച്ചിയിലോട്ട് കയറും. ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് കയറും. അപ്പോൾ പിന്നൊരു വിഷയം എല്ലാവരും കമൻറ്റിലൊക്കെ പറയുന്നത് കുക്കുവിനെ ഡ്രൈവിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ഞങ്ങൾക്കൊരു വ്യക്തത തന്നിട്ടില്ല. അതിൽ ഒരു വിഷയം എന്താ വെച്ചാൽ ഗൗരവമേറിയ വിഷയം തന്നെയാണല്ലോ. അപ്പോൾ അത് ലൈസൻസ് കിട്ടണമല്ലോ. ഈ വണ്ടി ഞാൻ ഓട്ടി പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് വേറൊരു വണ്ടി കൂടി ഞാൻ പഠിപ്പിച്ച് കൊടുക്കണം. അത് 4 വീലും പഠിപ്പിച്ച് കൊടുക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 3 വീലും ലൈസൻസ് ഇല്ല, 4 വീൽ ലൈസൻസാണ്. അപ്പോൾ ഈ വണ്ടി മാത്രം പഠിപ്പിച്ച് കൊടുത്തതുകൊണ്ട് കാര്യമല്ല. എനിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഞാൻ 4 വീലും പഠിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഈ 3 വീല് ഞാൻ മറ്റു സംസ്ഥാനത്തു കൂടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ റോട്ടിൽ കൂടെ ഇറക്കി ഓടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്, തെറ്റാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അത് വലിയൊരു വിഷയമായിട്ട് മാറും. അപ്പോൾ നമ്മളതിന് മുതിരണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവൻ ഓടിക്കാൻ അറിയുമെന്ന് ചോദിച്ചാൽ അവനിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനങ്ങനെ റോട്ടിക്കൽ വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാത്ത പരിപാടിയൊക്കെ അവൻ അറിയാം. അത് ഈ ലൈസൻസിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് ഞാൻ അങ്ങനെ മടിച്ച് നിൽക്കുന്നത്. അല്ലാന്നാണ് ഇപ്പോൾ എന്താ പോലെ പഠിപ്പിക്കണേ. 4 വീലും കൂടി പഠിപ്പിക്കാൻ പറ്റണം. എന്നാൽ പിന്നെ ലൈസൻസ് എടുക്കാം. ആ ലൈസൻസ് ഉള്ളൂ, 3 വീൽ ഇല്ലല്ലോ. അപ്പോൾ അതിലതാണുള്ളത്. ഏതായാലും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ പോലെ നെന്മാറയിലാണല്ലോ. നെന്മാറയിൽ നിന്ന് കുറച്ച് അപ്പുറത്താണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ നമ്മുടെ കൊല്ലങ്ങോട് പോയിട്ട് കൊല്ലങ്ങോട്ട് നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അതൊന്നും പോയില്ല. അപ്പോൾ അതും കൂടി എടുത്തിട്ട് അതായത് ചിങ്ങഞ്ചിറ അമ്പലം ഉണ്ടല്ലോ, ആലൊക്കെ ഉണ്ടായിട്ടുള്ള, അതുപോലെ തന്നെ ചെല്ലപ്പേട്ടൻ്റെ ചായക്കട, പിന്നെ സീതാർകുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഏതോ ഒരു ഡാം. അങ്ങനെ നമ്മൾക്ക് ഇവിടെ എത്തിയിട്ട് നെല്ലിയാമ്പതി ഈ നെന്മാറയിൽ ഇന്നലെ കൊല്ലങ്കോട്ടിന് വീടിട്ട് ഇന്ന് ഈ നെന്മാറയിലെത്തി.
ഇവിടെ സ്റ്റേ അടിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് ഇൻസ്റ്റയിലായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ നമ്മളായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾക്ക് അസൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ അവരോട് അറിയിക്കാൻ പറയാം. എന്തായാലും നമ്മൾക്ക് അത്തരത്തിൽ സപ്പോർട്ട് തന്നതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം അല്ലേ. ഞങ്ങളെന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് വിട്ടുപോയത് മാത്രമല്ല, ഞങ്ങൾക്കന്ന് സമയം ഉണ്ടായിട്ടില്ല, പിന്നെ വേഗം കയറേണ്ടി വന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കൊല്ലങ്കോടിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെയും കൂടി കറങ്ങിയിട്ട് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, സാധാരണ യൂട്യൂബേഴ്സൊക്കെ പോയി ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതിലേക്കൊന്ന് കറങ്ങിയിട്ട് ഇനി നമുക്ക് നേരെ പൊള്ളാച്ചി കയറാം. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കണം മറക്കരുത്. ഓട്ടോ ലൈഫാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ ജീവിതം എന്താണെന്ന്, ഇതൊരു സംഭവമാണ്. ആദ്യം ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടണം, അലക്കാനുണ്ട് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ ഒന്ന് ഇറങ്ങി നോക്കാം നമുക്ക്. ഓക്കെ, മുന്നിൽ നെല്ലിയാമ്പതി മലനിരകൾ. ഓ, ഒരു ട്രാക്ടർ റിവേഴ്സ് വരുന്നു, ഇവിടെ നിർത്തി കൊടുക്കാം, അയാൾ വന്നോട്ടെ. ഓൻ്റെ ചെങ്ങന്മാരെ ഞങ്ങൾ കുളിക്കണം എന്ന് കരുതി നടക്കുമായിരുന്നു. ഇവിടെ സ്ത്രീകൾ കുളിക്കുന്നു, അവിടെ വേണ്ട. അവിടെ ആളുകൾ കുളിക്കണ്ടല്ലോ അല്ലേ. അപ്പം ഈ ഒരു കുളത്തിൽ നിന്നാണ് നമ്മളുടെ കുളി. നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുളം. കുളിക്കണം, അലക്കണം, ഉണക്കണം, എന്നിട്ടൊക്കെ ഇനി ബാക്കി പരിപാടിയുള്ളൂ അല്ലേ. അങ്ങനെ നമ്മുടെ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുളിച്ചു കേട്ടോ. കുളം അടിപൊളിയാണ്. ഒരുപാട് നേരം കുളിച്ചു. നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്ന് ചെറിയൊരു ക്ഷേത്രമാണ്, അതായത് ഗണപതിയാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പെന്ന് പറയുന്നത്. ആലെന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു ആലാട്ടോ, വലിയ ആലാണ്. ആലിൻ്റെ ചുവട്ടിലിങ്ങനെ ആലിനിങ്ങനെ വട്ടം വെച്ച് അത് വലയം ചെയ്തുകൊണ്ട് ഷീറ്റിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കട്ടയൊക്കെ പഴിച്ച് സെറ്റപ്പാണ്. രസമാണ് കാണാൻ അല്ലടാ. നല്ല രസമാണ് കാണാൻ, നല്ല ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ കുളം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കുളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സായി, ചെങ്ങന്മാരൊക്കെ നമ്മളെ ചെങ്ങന്മാരായി അല്ലേ. ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരാളുടെ ചുവട്ടിലേക്ക് ഇരിക്കാൻ എന്താ സുഖം. നമ്മളവിടെ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ പോലും അല്ലേ, ഇത്ര ഒരു സെറ്റപ്പിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല. അയ്യോ, അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അനിരുദ്ധ്. എത്രയിലാ? 9th. ഞാൻ എയ്ത്തിലേക്ക്. ഞാൻ രാഹുൽ, ഡിഗ്രി സെക്കൻഡ് ഇയർ. പ്ലസ് ടു. ഓക്കെ. ഇവരെല്ലാവരും ഇവിടെ നമ്മൾ കുളിക്കാൻ വന്നപ്പം ഇവനുണ്ടായിരുന്നു ഇവിടെ രാവിലെ. അവൻ്റെ കൂടെ ഞങ്ങളിവിടെ കുളിച്ചത് കേട്ടോ. ഞങ്ങൾ ഇനി അങ്ങനെ ഏതാണ് ഞാൻ പറഞ്ഞ സ്ഥലം? ചിങ്ങഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ കുളിച്ചില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ കുളിച്ചിട്ടില്ല. കാരണം ഇന്നലെ പിന്നെ നെല്ലിയാമ്പതിയൊക്കെ പോയിട്ട് മഴയല്ലേ, മഴയൊക്കെ ആയിട്ട് ആകെ സീനായി. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാനുള്ള മൂടൊക്കെ പോയി. അപ്പോൾ ഇന്ന് ഈ കുളം കണ്ടപ്പോൾ വലിയ കുളമാണ്, നല്ല രീതിയിൽ കുളിക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞ ചിങ്ങഞ്ചിറയിലേക്ക് പോവാണ്. അപ്പോൾ ഇവരുടെ ഒരു ക്ലബ്ബ് ഉണ്ട് ഇവിടെ അല്ലേ. എന്താ ക്ലബിൻ്റെ പേരെന്താ? HVS. ഇതാണോ HVS? വായനശാല അല്ലേ. അപ്പോൾ അവിടെ ഫിൽറ്റർ വാട്ടർ ഉണ്ട്, ഇവരതാ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുക്കണം, എന്നിട്ട് വേണം പോവാം. നമുക്ക് കുക്ക് ചെയ്യൊക്കെ വേണ്ടേ. കുക്ക് ചെയ്തില്ല, ഭക്ഷണം കഴിച്ചില്ല, രാവിലെ ആ ഒരു ചായ കുടിച്ച് ഇറങ്ങി വേണം, വേറെ ഒന്നും കഴിച്ചില്ല. എന്നാൽ പിന്നെ ഞങ്ങളേ അവൻ നമ്മളാവട്ടോ. എൻ്റെ പേരെന്താ? പ്രതുൽ എത്രയില്ല? പ്ലസ് ടു. ഇവരെല്ലാവരും +2, 8, 9, 10 ഒക്കെയാണ്. പക്ഷേ എങ്കിൽ ഒക്കെ ചെറിയ ചെറുക്കന്മാരെ കണ്ടാൽ നമുക്ക് അത്ര തോന്നില്ല അല്ലേ. 10ാം ക്ലാസ് ഒരുത്തുണ്ടായിരുന്നു അഖിൽ, പോയില്ലേ? അവനവിടെ അഖിൽ പോയി. അഖിലിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. വേറെടാ കുപ്പായടാ തോന്നുന്നു. അനിരുദ്ധ്. എന്നാൽ പിന്നെ ഞങ്ങളെ അയാൾ പോയോട്ടെ, വെള്ളം എടുത്തിട്ട് വേണം ബാക്കി പരിപാടി. നമ്മുടെ പിള്ളേർ നമ്മളെ ക്ലബിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുവാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ആലൊക്കെ ഇവിടുത്തെ കൊല്ലങ്കോട് ഇൻസ്റ്റയിലേക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്ലേസുകളാണ്. ഈ ആലിനൊക്കെ മക്കളെ നമ്മൾ ഫസ്റ്റ് ദിവസം ഇറങ്ങി നമ്മൾ വേറെ ഏതോ വഴി കൂടെ ഒക്കെ പോയിട്ട് നമ്മൾ നേരെ നെല്ലിയാമ്പതി പോയി. അതായത് നെന്മറ എത്തിയിട്ട് പിന്നെ നെന്മറയിൽ സ്റ്റേ അടിച്ച് നമ്മൾ നെല്ലിയാമ്പതി പോയല്ലോ. പക്ഷേ എങ്കിൽ നമ്മൾ ഇവിടെ വരാതെ പോവുകയാണെങ്കിൽ മിസ്സായേനെ ലൈഫിൽ. പിന്നെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു വരവ് ഇങ്ങോട്ട് വരുമോ അറിയില്ല. ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഇവിടെ വായനശാല ഇവിടെ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് വെള്ളം നമ്മൾ എടുക്കാമല്ലേ, കൊണ്ടുപോടാ. ഇത് ഫിൽറ്റർ വാട്ടർ കേട്ടോ, അത് സംഭവം നിസ്സാരമല്ല. ചെക്കന്മാർ നമുക്ക് നല്ല ഫിൽറ്റർ വാട്ടറൊക്കെ തരുന്നത്. ഈ റോഡ് എവിടേക്ക് പോണേ? കുന്നം.
ഞങ്ങൾ പോകേണ്ടത് അതുവയ്യാ? ആ നേരെയാണോ പോകേണ്ടത്? ഓ ഓക്കെ, അവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ഇനി മുതൽ ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് വെള്ളം കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാനിൽ വെള്ളം എടുക്കണമെങ്കിൽ 5 രൂപ കോയിൻ ഇട്ടിട്ട് വേണം എടുക്കുക. ഇത് നമ്മുടെ നാട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു മക്കളെ ഈ വെള്ളത്തിൻ്റെ വിഷയം എന്നുള്ളത്. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിണറ്റിൽ നോക്കിയ വെള്ളമൊന്നും പറ്റില്ലല്ലോ, ഒക്കെ ഫിൽറ്റർ വാട്ടർ കിട്ടണം. ഫിൽറ്റർ വാങ്ങിയാൽ തന്നെ അതിന് പൈസയും കൊടുക്കണം. അർജുനോന്താരണ വായനശാലയാണ് ഇവരുടെ. ഇവിടെ മേലെ അവർക്ക് കളി കാണാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ക്ലബ്ബിൽ കയറി ഇറങ്ങിയതാണ്, ഇവരുടെ ഈ ഒരു വായനശാലയിൽ കയറി ഇറങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ക്ലബ്ബ് അല്ലേ? ക്ലബ്ബുണ്ട്, എൻ്റെ നാട്ടിലുണ്ട് ക്ലബ്ബ്. പക്ഷേ എങ്കിൽ ഒരു ക്ലബ്ബ് എങ്ങനെ ആയിരിക്കും, മാതൃകാപരമായിട്ടൊരു ക്ലബ്ബ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം പോലെയാണ് ഇവരിത് കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ ചേച്ചി, ഈ ക്ലബിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇവിടെ കുട്ടികൾക്ക് വായിക്കാനും. എൻ്റെ ക്ലബിൻ്റെ യങ്സ്റ്റർ കലാസാംസ്കാരിക വേദി. ആ ചോദിച്ചു പറയേ. സാന്റോസ് കുളങ്ങര. ആ സന്തോഷോ? സാന്റോസ് പക്ഷേ ക്ലബില്ല, പേര് മാത്രമേ. ഈ റാക്കിലൊക്കെ ഫുള്ളായിട്ട് ബുക്സാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഒളിമ്പിക്സ് ഉണ്ടാവും. മൊത്തത്തിൽ ഇവിടെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സംഭവമാണ്. നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലുണ്ട് ക്ലബ്ബ്. ഞാൻ എൻ്റെ നാട്ടിലെ ക്ലബിനെ കുറ്റം പറയാൻ മോശം പറയുമല്ല, പക്ഷേ എങ്കിൽ ഒരു ക്ലബ്ബ് എങ്ങനെ ആയിരിക്കണം, നമ്മളെ വളർന്നു വരുന്ന പിള്ളേർക്കൊക്കെ നമ്മുടെ ക്ലബ്ബ് കൊണ്ട് നമ്മളെ പ്രവൃത്തി കൊണ്ട് നമ്മളത് കണ്ടിട്ടാണ് ഇവർ പഠിക്കണത്. അപ്പോൾ അവർക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഇവർ എനിക്കത് കാണിച്ചു തന്നു. ഇവരെല്ലാവരും ബുക്കൊക്കെ എടുത്ത് വായിക്കലുണ്ട് നിങ്ങൾ അല്ലേ, പഠിക്കല്ലേ? ഇവിടെ പിന്നെ PSC ക്ലാസ് നടക്കലുണ്ട് അല്ലേ, സ്പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ വാർഷിക പരിപാടി പ്രോഗ്രാം എല്ലാം നടത്തലുണ്ട് അല്ലേ? അതാ പറഞ്ഞത് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എല്ലാവിധ പ്രോഗ്രാമും ഒരുപോലെ നടക്കണം. അപ്പോൾ ആണ് പിള്ളേർക്ക് തന്നെ ക്ലബിലേക്ക് വരാനും ഇവിടെ വന്നിരിക്കാനും ഒക്കെ ഒരു താല്പര്യമാണ്. ക്ലബിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു പൊടി കാര്യമൊന്നുമില്ല. ഫാനുണ്ട്, TV ഉണ്ട്, സിസ്റ്റം ഉണ്ട്, അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട്, ലൈറ്റ് കാര്യം നല്ല വൃത്തിയാണ് കാണാൻ. അടിപൊളി. ആ ക്ലബ്ബ് ഉഷാറാട്ടോ. അതിന് ഞങ്ങൾ ചിങ്ങഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ചിങ്ങഞ്ചിറയിലേക്ക് ആ ചെക്കന്മാർ ഭയങ്കര സപ്പോർട്ടായിട്ടോ, പിള്ളേർ അടിപൊളിയാണ്. ഓ അങ്ങ് മേലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലനിരകളൊക്കെ അല്ലേ, നമ്മളുടെ തികച്ചും നമ്മുടെ ഗ്രാമീണ ഭംഗി. അത് യഥാർത്ഥത്തിൽ കുപ്പിയെടുക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലംകോട്, എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്, പക്ഷേ ഞങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്തിട്ട് പോകാൻ കരുതി. വെള്ളം കിട്ടിയതല്ലേ ഇവിടെ. അതൊക്കെ അതിൽ നമ്മൾ പൂർണ്ണ വഴിക്കൊക്കെ ധാരാളം മാവ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ വലിയ വലിയ മാവാണ്, പക്ഷേ ഈ മാങ്ങയൊന്നുമില്ല ഇല്ലടാ, ഒറ്റ മാങ്ങല്ലേ ഇതുമേ. നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്. എവിടെ? ആ ഇവിടെ 1 2 3 മാങ്ങയൊക്കെ പറിച്ചതാവാന്ന അല്ലേ, ഇതൊക്കെ പറിച്ചതാവാം. ഇത് കൃഷിയാണ്, മാമ്പ കൃഷി. നടക്കെ അടുപ്പൊക്കെ എടുത്തോ, ഒക്കെ എടുക്കാം, ഉള്ളെടുക്കാം. അതായത് ഇവിടെ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കറിയായിട്ടുള്ളത് ഉള്ളി, തക്കാളി, കിഴങ്ങ്, പിന്നെ മുട്ട ആംപ്ലേറ്റ് അല്ലേ. ഉപ്പ് ചട്ടി മാറി വെച്ച് നമ്മൾ ആംപ്ലേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ചട്ടി അതിന് വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പോൾ ആംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലടാ. അപ്പോൾ ഈ എണ്ണ ഇതൊക്കെ തന്നെ വെച്ചെടുക്കാം. പവർ ഇല്ലാതായിക്കണേ, ചോർന്നിട്ടില്ലല്ലോ. വേറെ രസം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ ഉള്ളിയുണ്ട്, മുളകുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും മുട്ടയിലിട്ടത് മുളകും പൊടി ഉപ്പിട്ടണോ? ഉറപ്പല്ലേ? ആ ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കണം. ഇല്ലടാ പണിയാണ്. കണ്ടോ, അപ്പോൾ നമ്മളെ ഫ്ലാറ്റ് ഫുള്ള് ക്ലിയറായി. മുട്ട പൊരിച്ചത്, കിഴങ്ങുള്ളി തക്കാളി കറി, അച്ചാറ്. ഇതാ ഇന്നത്തെ ഭക്ഷണം അതിഗംഭീരമാണ്, അത് സ്വാദിഷ്ടമായിരിക്കും. കഴിച്ചോക്കട്ടെ. ഓക്കെ. പോകുന്ന വഴി നല്ല ചെറുതാണ്. ഇതിലാണ് അപ്പോൾ എത്രമാനം വാഹനങ്ങളുണ്ടാവും. ഇവിടെ ഞായറാഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളാണ് വരാറെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും ഈ ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് എല്ലാവരും പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ആദ്യം പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തേക്കാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം, വാട്ടർഫാൾസ്. സീതാർകുണ്ട് വാട്ടർഫാൾസ്. ഓ വലിയൊരു മലയുണ്ട് മുന്നിൽ. റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിസായി കിടക്കുവാണ്. ഇതൊക്കെ ഒന്ന് റെഡി ആയി കൊടുത്തൂടെ. ഇന്നലെ നമ്മൾ
മലന്റെ മേലേനും ആടാ നമ്മൾ ഇന്നലെ പോയല്ലേ വ്യൂ. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ നല്ല മനോഹരമുള്ള വ്യൂ. ഓ പാറ മല മക്കളെ. ഓ ആ മലനിര എന്താ അപ്പൊ അവിടെ ഇങ്ങനെ ആയിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് അല്ലേ, ഒരു വാട്ടർഫാൾസ് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓ പാടം എൻ്റെ പൊന്നു അടിപൊളി. ഇവിടെ ഒന്ന് നിന്നിട്ട് ശരിക്കും ഒന്ന് വർണ്ണിക്കണം ഇതിന്. അതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് അല്ലേ. നല്ല ഹൈറ്റ് നിന്നാണല്ലോ ചാടുന്നത്. അത് നോക്കി നിങ്ങൾ ഇതിലൊക്കെ നെൽകൃഷിയാണ് ചെയ്തിട്ടുള്ളത്. തെങ്ങുകള്, വലിയൊരു പർവ്വതം, അതിൽ നിന്ന് ചാടുന്ന ഒരു അത് വാട്ടർഫാൾസ്, സീതാർകുണ്ട് വാട്ടർഫാൾസ് അത് തന്നെ ആവാം. ഓ എൻ്റെ മക്കളെ ഞങ്ങൾ ഇതാ വരുന്നു. ഇതാണ് ശരിക്കുള്ള അയക്. ഓ ഇവിടെ നിർത്തണം വണ്ടി, നമ്മൾ എന്തായാലും ഇവിടെ നിർത്തല് നിർബന്ധം. എൻ്റെ പൊന്നളയാ. ഇതിന് നെല്ല് ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ നെൽകൃഷി ചെയ്തതിൻ്റെ അത് വീണ്ടും പൊട്ടിമുളച്ച് വന്നതാണ്. നല്ല കാറ്റുണ്ട്, വലിയ പർവ്വതം, വാട്ടർഫാൾസ്. ഓ കോട കൂടിക്കുന്നുണ്ടോ അവിടെ? കോടയോ? ആ സൈഡൊക്കെ കോടയുണ്ട് അല്ലേ. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മഴയായിരുന്നു. അവിടെ ഇന്നും മഴ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നെല്ലിയാമ്പതിയിൽ ഇന്നും മഴ തന്നെയാണ്. അടിപൊളി സൂപ്പർ സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളുടെ ഗ്രാമം, നമ്മളുടെ ഒരു ഗ്രാമീണം. ഇവിടെയൊക്കെ ഇപ്പോഴും ഓല മേഞ്ഞ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഈ ഒരു മലയുടെ താഴെ ഭാഗത്തേക്ക് എത്താറായിട്ടോ, അതിന് താഴത്തേക്ക് എത്താറായിട്ടുണ്ട്. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയുണ്ട്. നമ്മൾ വരുമ്പോഴൊക്കെ കണ്ടില്ലേ മാവിൻ്റെ തോട്ടം, ആ മാവും വന്ന് ഉള്ള മാങ്ങയാണ്. ഓക്കെ ഗൈസ് വേണ്ട, ഇതൊക്കെ അതിന് വരുന്ന വെള്ളമാണ്. ഇനി ഇവിടെ ചാടിയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് അങ്ങനെ കയറാൻ വേണ്ടി പറ്റില്ല. ഇത് കാടിനകത്താണ് സംഭവമുള്ളത്. ഇതിൽ വേണമെങ്കിൽ നടന്ന് നമുക്ക് കാണാൻ വേണമെങ്കിൽ പോയിട്ട് വരാം. ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്ക് കാണാം. അതാണ്ട അവിടെയാണ്, ആ കാണുന്നതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അതങ്ങനെ ചാടിയിട്ട് അവിടേക്ക് വരും. നിയമപ്രകാരം അല്ലാത്തത് കൊണ്ട് ഞങ്ങളവിടെ തിരിച്ചു. ഇനി നമുക്ക് ചിങ്ങഞ്ചിറയ്ക്ക് പോവാം. ചിങ്ങഞ്ചിറ അവിടെ ആ ഒരു ആലുകാരിക അമ്പലം നല്ല രസമായിരിക്കും. ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അവിടേക്ക് പോയേക്കാം. ഇതാണ് നമ്മളുടെ ചായക്കട അല്ലേ. ചെറുപ്പൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഇതാണല്ലേ. റോഡ് ഇതാണോ ആ ചായക്കട അല്ലേ? ഇതാണ് ആ ചായക്കട. ഓല കൊണ്ട് ആ ക്ഷേത്രം എവിടെ അറിയോ? നിങ്ങളെവിടെ സ്ഥലം? തൃശ്ശൂരോ? അപ്പോൾ നമ്മൾ ചായക്കട കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ക്ഷേത്രം കാണണം, ക്ഷേത്രത്തിനടുത്തേക്ക് പോകണം. ഞങ്ങൾ 2 ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വേപ്പിൻ്റെ ഒരു മരമാണ്, നല്ല താഴെയാണ്. അടിയിൽ കയറി നോക്കാം. ചായക്കടൻ്റെ അകത്തേക്ക് ചെരുപ്പിടാറുണ്ടോ? ഉള്ള ഓലയല്ലേ, ഉള്ള ഓലയാണ്. സംഭവം കൂടെ നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ ആ ക്ഷേത്രം എവിടെ? ക്ഷേത്രം ഇങ്ങോട്ടാ, ഈ റോഡ് നേരെ പോയി, ഈ റോഡ് തന്നെ. നേരെ പോയി വെച്ചൊരു പാലമുണ്ട്, പാലത്തിൽ നിന്ന് റൈറ്റ്. അതിൻ്റെ പേരെന്താ? എൻ്റെ പേര് അഭിനവ്. അഭിനവ്. എത്രയല്ല? ഞാൻ 10th കഴിഞ്ഞു. +1 കൊടുത്തോ? കിട്ടിയോ? കിട്ടിയിട്ടില്ല. കൊടുത്താണ്. കിട്ടട്ടെ. അലോട്ട്മെന്റ് വന്നിട്ടില്ലേ ഫസ്റ്റ്? വന്നില്ലല്ലേ. ഓ കഴിക്കാൻ എന്താ? കഴിക്കാനൊന്നും വേണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിച്ചാണ്. എന്നാലും ഇവിടുന്ന് ചായ കുടിക്കാതെ പോവാ. അങ്ങനെ ഫുഡില്ല ഇവിടെ, കടിയെല്ലാം ചെറുകടി ഉണ്ടാവും. ഉഴുന്നോട പരിപ്പടം. ഒരു പരിപ്പാട് എടുക്കാം നമുക്ക്. നിങ്ങൾ ഇത്രയും ഫേമസ് ആയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ ഇവിടുന്ന് വരുന്ന അറിയോ? ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് വരുന്നത്. ഈ ചായക്കടയും തിരഞ്ഞു പോകുന്നതാണ്. സുഖല്ലേ? അങ്ങനെ ആളുണ്ടോ? ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ചായ തന്നെ ഉള്ളൂ അല്ലേ? ഭക്ഷണമായിട്ടൊന്നും ഉണ്ടാക്കില്ല. കാലത്ത് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ട്. 11 മണി വരെ.
പിന്നെ കടിയായിട്ട് ആ എപ്പോഴാണ് രാവിലെ എപ്പോഴാണ് തുറക്കാം? രാവിലെ 4:45 4:45 തുറക്കും. ആ ഒരു 5 മണിക്ക് പാൽക്കാരൻ വരും. പാൽക്കാരൻ വരും. ഇവിടെയൊക്കെ കറക്കണ പാലുകളാണ് പൈസ. ആ സൊസൈറ്റി വന്ന് വാങ്ങി തരും. ആ പാല് 5 മണിക്ക് വരും. ആ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കട തുറക്കും. ആ അപ്പോൾ വീട് എവിടെ? ഈ റോഡിനാ അമ്പലത്തിൻ്റെ ആ റോഡാ? അമ്പലത്തിൻ്റെ പോകണം. പള്ളിച്ചാപ്പിൻ്റെ ബോർഡുണ്ട്. ആ അതിൻ്റെ റൈറ്റിൽ കാണുന്നത്. ആ ശരി. പിന്നെ എപ്പോഴാണ് അടയ്ക്കുക? അടയ്ക്കണത് 7 മണി വരെ ആൾ വരും വരും സാധാരണ ദിവസങ്ങളിൽ. ആ ഞായറാഴ്ച മാത്രം 8 മണി വരെ വരും. 8 മണി വരെ വരും. അതൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നല്ല കഴുകി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് പോകും എല്ലാവരും പറഞ്ഞേച്ചിട്ട്. ആ അതെ നമ്മളെ കാണാൻ വേണ്ടി വരുമല്ലേ? അങ്ങനെ ചെല്ലഞ്ചേട്ടനെ കണ്ടു. ചെല്ലഞ്ചേട്ടനെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. രസമായി. ഇത് അടിപൊളിയാണ്. ആ എന്താ പറയാ എല്ലാവരും പറയുന്നുണ്ട്. ആ നമ്മളിവിടെ വന്നിട്ട് എല്ലാവർക്കും പറ്റിക്കോളെന്ന് ഞാൻ പറയണില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും മനസ്സൊരുപാട് നിറയും. ഇവിടേക്കാണ് നമ്മൾ ചിന്നഞ്ചിറ പ്രകൃതി ക്ഷേത്രം. പ്രകൃതി ക്ഷേത്രം ഇവിടെ കണ്ട മാങ്ങ പറിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഈ തോട്ടം നിന്ന് പറിച്ച് വെച്ച മാങ്ങയാണ്. വേണ്ടവർക്ക് കൊണ്ടുപോവാം. ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു സൈഡാക്കാം. ഇതാണ് ആ സംഭവം. ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം പരിസരത്ത് കേരള പോലീസ് നിയമപ്രകാരവും അബ്കാരി നിയമപ്രകാരവും മദ്യം കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും സമ്പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. ഓ ഇതാണ് ആല്. ഇതാണ് ആ പള്ളികൾ അല്ലേ? ആ ഇവിടെയാണ് ആ ഷൂട്ടിങ്ങൊക്കെ നടന്നത്. സംഭവം സെറ്റ് സ്ഥലം, ഒരു രക്ഷയല്ല. ഒരുപാട് ആളുകളായിട്ട് ഇത് കാണാൻ വേണ്ടി വന്നുള്ള സംഭവം നിസ്സാരമല്ല. നല്ല രസമാണ്. പ്രകൃതിയായിട്ട് വളരെയധികം ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഒരു ഭംഗി. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു അല്ലേ? പ്രകൃതിയായിട്ട് വളരെയധികം ഇണങ്ങി കിടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. എന്താ അതിൻ്റെ ഒരു ലുക്ക് എന്ന് എഴുതിയിട്ടാ. എൻ്റെ പൊന്നളിയാ. പരിപാടിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തൊട്ടിയും അതുപോലെ തന്നെ വീട് അങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ട് മണി കെട്ടിയിട്ടുണ്ട്. ഭഗവാൻ അവിടെ സെൻട്രലായിട്ട് ആലിൻ്റെ സെൻട്രലായിട്ട്. ഓ പിന്നെ ഇവിടെ എന്തോ ഫുഡും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെങ്കിൽ കുറച്ച് ഇവിടെയൊക്കെ ഒന്നുകൂടി വൃത്തി കുറവ് കുറച്ചുണ്ടോ എന്നൊരു ഡൗട്ട്. അത് ഇനി പണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം കൊണ്ടാണല്ലോ. ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ. അദ്ദേഹം മഞ്ചേരിയുള്ള അല്ലേ? പേരെന്താ പറഞ്ഞു? പേര് വിപിൻ. ബിബിന്. ഒറ്റയ്ക്കാണ് വന്നേ? കൊല്ലം കൂടെ കാണാനായിട്ട് വന്നാ? ബൈക്കിന് വന്നേ? എന്നിട്ട് ഇനിയിപ്പോൾ എടുക്കാം സീതാർകുണ്ടുള്ള ഇവിടെ വേറെ ഏതെങ്കിലും പോയോ നമ്മൾ? മാലമ്പുഴ കവയെ പോയി. കവയെ പോയി. ആ ഓക്കെ. നമ്മൾ ഇവിടുന്ന് പരിപാടാട്ടോ പറയുമ്പോൾ ഞങ്ങൾ നാട്ടുകാരാണ്. മുപ്പര് മഞ്ചേരി, ഞങ്ങൾ കൊണ്ടുവരും. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് അല്ലടാ? ഇപ്പോൾ നോക്കല്ലേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത എടുക്കാം. അടുത്ത എവിടേക്കിലൊക്കെ പോകണം നമുക്ക്. ഒരു വെള്ളരിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. വെള്ളരിമേട് നേരെ മുമ്പിലായിട്ട് നമ്മളുടെ ആ ഒരു പർവ്വതം കാണാം. സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെയുള്ള പർവ്വതം കാണാം. പക്ഷേ ഇതിൽ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല. വെള്ളച്ചാട്ടം ഈ സൈഡ് എടുക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സൂപ്പർ സ്ഥലം കേട്ടോ അതൊക്കെ. അടിപൊളി വ്യൂ ആണ്. അവിടെ മക്കളെ എന്നാ വ്യൂ ആണ്. ഓ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ കുളിച്ചിട്ടൊക്കെ പോവാം. അതുകൊണ്ടോ അവിടെ മക്കളെ വെള്ളരിമേട് എന്തായാലും വരണം. വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ നെല്ലിടാത്തത് കൊണ്ടാണ് ഒരു വിഷയം. ഇവിടെയൊക്കെ പച്ച പോയി, പച്ചപ്പില്ല ശരിക്കും. പക്ഷേങ്കിൽ ഈ സൈഡിലൊക്കെ ഉണ്ടോ ഇതെന്താ കയ്പങ്ങ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടക്കൃഷിയായിട്ട് മാവ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മാവിൻ്റെ ഒരു ഇടക്കൃഷി ആണെങ്കിൽ പറയാൻ മതി. പിന്നെ കണ്ട പൂട്ടണണ്ട കൊക്കുകൾ കണ്ട പാടത്ത് കൂടെ. ഇവിടെ ഈ ഒരു വേലിയാണ് ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പം അത്തരം വേലികളൊന്നുമില്ല. കണ്ടോ ഈ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയുള്ള വേലികൾ അതൊന്നും ഇപ്പം അല്ല. ഡാറിട്ട റോഡ് കഴിഞ്ഞു. ഇനി ഡാറിടാതെ ഒരു തോട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ വെള്ളരിമയോട് പറയണ നേരെ പോയതില്ലേ? ആ അമ്മ പറയണത് ഈ റോഡ് തന്നെയാണ്, വേവൊന്നുമില്ല, നേരെ പോകാനാണ്. ഈ റോഡ് കണ്ടിട്ടേ ഒരു ഓഫ് റോഡാണേ, ഓട്ടോറിക്ഷയ്ക്ക് തീരെ പറ്റൂല ഈ ഓഫ് റോഡ്. അങ്ങനെ ഞങ്ങൾ വെള്ളരിമേട് എത്തിയിരിക്കുകയാണ്. ഇതാണ് വെള്ളരിമേട്. അങ്ങോട്ട് നോക്കിക്കോ, ആ കണ്ട കൈസ് ആ ഒരു മലനിരകൾ കണ്ട, കോടയാണ് ഈ ഇറങ്ങി വരുന്നത് ഇങ്ങോട്ട്. അത് അതിലൊക്കെ കയറി ഇറങ്ങി താന്നിട്ട് ഉണ്ട്. ഇവിടെ 1-2 ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോ? അത് സത്യം പറഞ്ഞ ഒരു വ്യൂ പോയിൻ്റാണ്, ഒരു വ്യൂ പോയിൻ്റ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ചിലപ്പോൾ അതായിരിക്കില്ലടാ, പക്ഷെ അതിൽ വെള്ളമല്ലല്ലോ. അതിലേയും വരുന്നുണ്ട്. ഇതിൻ്റെ ഈ 2 പാലൻ്റെ സെൻറ്ററിലൂടെയും വരുന്നുണ്ട്. അപ്പോൾ പക്ഷേങ്കിൽ മഴയില്ലാത്തതുകൊണ്ട് അതിലൊന്നും വെള്ളമല്ല, നല്ല കാറ്റാണ് ഇവിടെ, അടിപൊളി കാറ്റാണ്. എന്നാ ഒരു വ്യൂ അറിയാം, അങ്ങോട്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ അത് വേറെ തന്നെയാണ്, അടിപൊളിയാണ്, വേറെ ലെവൽ വ്യൂ ആണ്, മനോഹരമായുള്ള കാഴ്ച. ഉണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം, നല്ല വാട്ടർഫാൾസ് ഞാൻ പറഞ്ഞില്ലേ അതുണ്ട്. അതായത് ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാകും. ആളുകളുണ്ട് കേട്ടോ, എന്നാലും ആളുകളുണ്ട്. ഇതിലെങ്ങനെ ഇറങ്ങണം അല്ലേ? അതായത് അമ്മന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ്, അതിലെങ്ങനെ വന്നിട്ട് ഇതിൽ ഒരുപാട് പേരോട് കുളിക്കുന്നുണ്ട്. എന്താ നല്ല രസമാണ് സംഭവം, പക്ഷെ വെള്ളം കുറവാണ്. താഴത്തേക്ക് അങ്ങോട്ട് വെള്ളം ഉണ്ട് തോന്നുന്നു അല്ലേ? ഉണ്ടോ, നല്ല തെളിയുള്ള വെള്ളമാണ്. മേലെ നിന്ന് അങ്ങനെ വരുന്ന വെള്ളമല്ല. അവിടെ ചെറിയൊരാണ് കെട്ടിയണ്ട, കല്ലുകൊണ്ട് തന്നെ കൂട്ടിയിട്ട് കെട്ടിയത്. അത് തണുപ്പുണ്ടോ? അടിപൊളി തണുപ്പാ. സൂപ്പർ തണുപ്പ്. ഇതങ്ങനെ ആ ഒരു മലയ്ക്ക് മേലേന്ന് വരുന്ന വെള്ളമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒഴുകി പോകുന്നപ്പോൾ കുറവാണ് വെള്ളം. മഴ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിലൊക്കെ ഫുള്ള് വെള്ളമാണ് ആയിക്കാരം അല്ലേ? മീനൊന്നും കാണാതെ ഇതിൽ ക്ലിയർ ഉണ്ടെങ്കിൽ നല്ല ക്ലിയറാണ്. നമ്മുടെ TK കോളനിയൊക്കെ പോയ പോലെയാണല്ലോടാ. അതെന്താ മീൻകുട്ടിയോ? മീനെ പിടിച്ചാൽ കഴിച്ചപ്പോൾ അതാ മീനെ പിടിച്ചു. മഴക്കാലമാണെങ്കിൽ, മഴ പെയ്യുവാണെങ്കിൽ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇത് ഈ കാണുന്ന ഏരിയകളിലൊക്കെ ധാരാളം വെള്ളമാണ് പോലെ വരിക. അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഈ 2 മലകളുടെ ഈ നടുവ് കൂടെയാണ്. അതുപോലെ തന്നെ ഈ 2-3 മലകളുടെ ഈ ഒരു നടുവ് കൂടെ ഇങ്ങനെ ഒരു ചാലുണ്ട്, അതിലെയാണ് വരിക. ആ ഒരു വെള്ളമാണ് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് ഇല്ലട മൊത്തം. പക്ഷേങ്കിൽ ഈ വെള്ളരിമേട് വരിക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ വരണം. മഴയാണെങ്കിൽ കൊല്ലംകോട് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെള്ളരിമേട് മറക്കരുത്, വന്ന് കാണാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ അടിക്കണം, ലൈക്ക് അടിക്കണം മറക്കരുത്. വണ്ടി ഇങ്ങനെ കാർട്ടോണിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഭാഗത്തേക്കൊന്ന് പോയേക്കണം. ഇതിൽ ഒരു അരമണിക്കൂർ നടന്നാൽ മതി എന്നാ ചേച്ചി പറഞ്ഞു. അപ്പോൾ നടന്ന് നോക്കുവാണ് അവിടെ എന്താ സാഹചര്യം, എങ്ങനെയാണ്, വെള്ളം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. അവിടെ വന്ന് 2-3 ടീമിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പോയി നോക്കാം. ഏതായാലും ഇപ്പോൾ എത്തിയില്ല അല്ലേ? അടിപൊളി സ്ഥലമാണെങ്കിലും നല്ല കാറ്റാണ് ഇവിടെ. നല്ല മനോഹരം, നല്ല സ്ഥലമാണ്, നല്ല കാറ്റുമാണ്. പൊളിക്കും. ഇതിലാണ് നമ്മൾ പോകേണ്ടത്. ഇതുവഴി അങ്ങനെ ഒരു വഴിയുണ്ട്, അല്ല അങ്ങനെ പോവാം. ഈ വരുന്ന വെള്ളത്തിലാണ് അവരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നത് താഴത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ TK കോളനി, ആ ഒരു TK കോളനി, ചിങ്കക്കല്ലും അതുപോലെ തന്നെ നമ്മളുടെ കേരള മുണ്ടും ആ ഒരു വൈബാണ് നമുക്കിത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നത്. പിന്നെ ഇവിടെയൊക്കെ നല്ല ആനയുടെ കാട്ടിൽ മൃഗങ്ങളുടെ ശല്യം നല്ലതുകൊണ്ട് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ സോളാർ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ നിയമം ഇവിടെ ഉണ്ട് തോന്നുന്നു. നോക്കാം നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. കാട്ടുതീ തടയുക, ഈ ബോർഡാണ് ഈ അങ്ങോട്ട് വെച്ചുള്ളത്. നമ്മൾ വരുന്ന വഴി ഇതിലെങ്ങനെയാണ്, അവിടെ നോക്കിയാൽ ശരിക്കും വായിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ വായിക്കാൻ വേണ്ടി ഞാൻ ബുക്കൊക്കെ ഉണ്ട് അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നേക്കാണ്. നമുക്ക് നിയന്ത്രണം ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ. വനത്തിനകത്ത് അനധികൃതമായി പ്രവേശിക്കുന്നത് 1961 കേരള വന നിയമം സെക്ഷൻ 27E പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഞങ്ങളങ്ങനെ റിട്ടേൺ തിരിച്ചു. ഞങ്ങൾ നടന്ന് വണ്ടിയിലേക്ക് തന്നെ പോവുകയാണ്. ആ ബോർഡ് കുറച്ച് എവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. അത്രയും ദൂരം നടക്കണ്ടില്ല അല്ലേ? ബോർഡ് കുറേ അവിടെ കൊണ്ട് വെച്ചിരിക്കണം. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് മെയിൻ റോഡ് ഭാഗത്തേക്ക് പിടിക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അത് പിന്നെ അങ്ങനെ പോയി. എന്ന് കരുതി ഞങ്ങൾ കൊല്ലംകോട് ഈ ഭാഗം ഫുള്ള് കണ്ടു എന്നല്ല, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടെ നേർമ അടിച്ച് ഗൂഗിൾ മാപ്പിൽ നേർമ അടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് കണ്ടു എന്നല്ല ഞങ്ങൾ പറയുന്നത്. നമ്മൾ എന്നാലും ഈ നാട്ടുകാർ പറഞ്ഞ പ്രകാരമൊക്കെ ഉള്ള
ഏകദേശം സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് മെയിൻ റോഡിലേക്ക്, നമ്മുടെ നെറ്റ് സ്ലോ ആണ്, ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ നെറ്റ് സ്പീഡ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തണം. ചെങ്ങന്മാരെ കൊല്ലങ്കോട് ടൗണാണ് കാണുന്നത്. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചിയാണ്. അതിനെ നടക്കുന്ന നിൽക്കുവാണ്. അടുത്തൊരു അവസരത്തിൽ തീർച്ചയായിട്ടും കേരളം മുഴുവനായിട്ട് നമുക്ക് എടുക്കണം. അതിനി അടുത്ത ട്രിപ്പായിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പൊള്ളാച്ചി കയറി തമിഴ്നാട് കയറിയിട്ട് അങ്ങനെ ആന്ധ്ര പിടിക്കട്ടെ കേട്ടോ. ഓക്കെ ഞങ്ങൾ നമ്മുടെ RTO ചെക്ക് പോസ്റ്റും എക്സൈസും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൻ്റെ മണ്ണിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. നന്ദി, വീണ്ടും വരിക. യു ആർ ലീവിങ് കേരള സ്റ്റേറ്റ്, വിസിറ്റ് അഗൈൻ. തമിഴ്നാട് കയറിയുണ്ട്. ആ പാലം കഴിഞ്ഞ ഉടനെ പിന്നെ തമിഴ്നാടുണ്ട്. പൊള്ളാച്ചിയിലേക്ക് 22 കിലോമീറ്റർ. ഇവിടെ ഒരുപാട് കായ്കറികളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മാർക്കറ്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ആ രസം മാത്രമേ നമുക്ക് എന്തെങ്കിലും വേണം. എന്താണ് ഉള്ളിയും തക്കാളിയോ? ഉള്ളിയും തക്കാളിയും പച്ചമുളകും വേണം. സോയാബീൻ്റെ അവിടെ കടലയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയല്ലോ നമ്മൾ. അതായത് സാധനങ്ങളൊക്കെ പച്ചക്കറി തീർന്നു തുടങ്ങി. പേസ് കണ്ട കയ്യിലല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പച്ചക്കറി, ഉള്ളി സംഭവമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടോ. അവിടെ തൊട്ട് ഇങ്ങനെ ഒരു 100-150 മീറ്ററോളം പച്ചക്കറിയൊക്കെ വിറ്റുകൊണ്ടിരിക്കുവാണ്. ഏത് ആ ഇത് സോയാബീൻ ഉണ്ടല്ലോ. ഉള്ളി വേണ്ടേ? ഉള്ളി എவ்வளோ? 3 കിലോ 100, 1.5 കിലോ 50. 3 കിലോ 100, 1.5 കിലോ 50. നമുക്ക് 20 രൂപക്ക് ഇല്ല. കച്ചവടം 20 രൂപയ്ക്കില്ല. 1 കിലോ ആണ് ഫസ്റ്റ് കച്ചവടമാണ്. 1 കിലോ 20 റുപ്യ വെണ്ടയ്ക്ക്. ഉള്ളിക്ക് 1.5 കിലോ 50 റുപ്യ. 1 കിലോ 100. 3 കിലോ 100 അല്ലേ? കിഴങ്ങോ? കിഴങ്ങില്ല. കിഴങ്ങാണ് 1 കിലോ 40 റുപ്യ ഉള്ളൂ. 1 കിലോ 40 റുപ്യ. 1/2 കിലോ മതി. മുളക് കുറച്ചെടുക്കാം അല്ലേ? പിന്നെ ചെറുള്ളി വേണോ? ചെറുള്ളി അതിലുണ്ട്, നമ്മൾ തൊട്ടിട്ടില്ല. പിന്നെന്താ വേണ്ട നോക്കട്ടെ. ഏതായാലും ഇവിടെ വിലക്കുറവാണ്. ഇത്ര അടുത്തായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ. നിങ്ങളെ പേരെന്താ? സംസുദ്ദീൻ. ഇവിടെ തമിഴ്നാടാ? കേരളം തന്നെ. ഇത് തമിഴ്നാട് ബോർഡർ. ഇപ്പൊ തമിഴ്നാടാണ് ഇത് തമിഴ്നാട്. പാലത്തിന്റെ അപ്പുറം കേരളം. ഓക്കെ. പൊള്ളാച്ചി 22, കോയമ്പത്തൂർ 65, തിരുപ്പൂർ 77 ഓട്ടവണ്ടി. ഞാൻ ഈ റൂട്ടിന് ആദ്യമായിട്ടാണ് പൊള്ളാച്ചിയിലേക്ക് കയറുന്നത്, തമിഴ്നാട് കയറുന്നത്. ഈ കൊല്ലംകോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് ഈ റോഡ് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ ഹൈവേ ആണ്, അതായത് ഡബിൾ ലൈൻ റോഡാണല്ലോ. ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു അറിയില്ല. അപ്പോൾ ഇതുവഴി പോകുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ കുറേ മുമ്പ് പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ വർക്ക് ഇപ്പോൾ കഴിഞ്ഞത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിക്കാൻ തന്നെ ഉള്ളൂ. ഏതായാലും ഇവിടുത്തെ റോഡിൻ്റെ പണി പുരോഗമിക്കുന്നു. നല്ല രസമാണ് കേട്ടോ. 2 സൈഡ് നല്ല പുളിമരൊക്കെ ആയിട്ട്. പക്ഷേങ്കിൽ പ്രോബ്ലം ഒന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പോഴും ഈ നേരം വരെ ആയിട്ടും സ്റ്റേ കിട്ടിയില്ല, നിൽക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു പമ്പുകളിൽ വരെ നമ്മൾക്ക് സ്റ്റേ തരില്ല. എന്നാൽ തന്നെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചു. എവിടുന്ന് എന്താ എങ്ങനെ എന്തിനാ പോണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ പറ്റില്ല. വെറുതെ ചോദിച്ചറിയാമെന്നല്ലാതെ എന്നാൽ പിന്നെ ഒരു ഹെൽപ്പ് മൈൻഡായിട്ടൊക്കെ ചെയ്യണ്ടേ. ഒരു തരൂല. ഞങ്ങൾ തമിഴ്നാട് മാത്രം ഓട്ടോ ലൈഫ് ചെയ്ത ആൾക്കാരെ ഞങ്ങൾ. അന്നും ഇതേ അവസ്ഥയായിരുന്നു. അന്ന് പക്ഷേ ഞങ്ങളൊരു ബുദ്ധി കളിച്ചു. അമ്പലങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ യാത്രകൾ നടത്തി. അവിടെ എന്താ പറയുക പാർക്കിംഗ് ഉണ്ടാവും. അമ്പലമാണെങ്കിൽ അവിടെ പാർക്കിംഗ് ഉണ്ടാവും. അവിടെ കിടക്കാം അതിനായിട്ട്. ഇനിയിപ്പോൾ അതേപോലെ വല്ല അമ്പലം ഉണ്ടോ നോക്കട്ടെ. ഹലോ ചെങ്ങൈമാരെ, ഞങ്ങൾ പൊള്ളാച്ചിക്ക് എത്തിയിട്ടില്ല. പൊള്ളാച്ചിക്ക് ഇനി ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. അതായത് തൃശ്ശൂർ പൊള്ളാച്ചി ഹൈവേയിൽ ഒരു ദർഗയുണ്ട്. അതായത് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. അപ്പോൾ ഈ ദർഗയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. വേറെ എവിടെ നമ്മൾ അതിൻ്റെ മുമ്പായിട്ട് സ്ഥലത്ത് പമ്പിൽ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചു. അവിടെ അവർ പറഞ്ഞത് ഇവിടുത്തെ ഈ സ്ഥലം അത്ര നല്ലതല്ല. അതായത്
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സേഫ് അല്ല, ആളുകൾ ഭീഷണിപ്പെടുത്തിയൊക്കെ പല പ്രശ്നങ്ങളോട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ്. എന്തോ നമ്മൾക്കറിയില്ല, നമുക്ക് അനുഭവം ഇല്ലല്ലോ, അവർ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വെച്ച് വൈൻഡപ്പ് ചെയ്യണം അല്ലേ. ഇനി നാളെ കാണാം. ഓക്കെ, ബൈ.